വിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിന്റെ ആദർശ ചരിത്രത്തിൽ ഒരുപാട് ശത്രുക്കളെ പറ്റി പരാമർശം നടത്തുന്നുണ്ട്. എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാർക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു. കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വ ശയാത്തീനുൽ ഇൻസി വൽ ജിൻ. ചരിത്രത്തിൽ കടന്നു വന്ന എല്ലാ പ്രവാചകന്മാർക്കും മനുഷ്യരിൽപ്പെട്ട ജിന്നുകളിൽപ്പെട്ട ഒരുപാട് ശൈത്താന്മാർ, മനുഷ്യ പിശാചുക്കൾ, ജിന്ന് പിശാചുക്കൾ, അങ്ങനെയുള്ള ശത്രുക്കൾ പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ പ്രവാചകന്മാരിങ്ങനെ നല്ലൊരു മഹലുണ്ട്, നല്ലൊരു പള്ളിയുണ്ട്, അവിടെ കാളിയായിക്കോ, അവിടെ ഇമാമായിക്കോ, അവിടെ മുസ്ലിയാരായിക്കോ, അങ്ങനെ ഖുർആൻ ഓദിച്ചോ, മദ്രസ നടത്തിക്കോ, ദർസ് നടത്തിക്കോ, അങ്ങനെ ശാന്തമായി ദിക്ർ ചൊല്ലി സലാത്ത് ചൊല്ലി ഇങ്ങനെ ഒരു ശാന്തസുന്ദരമായ ഒരു മഹല്ല് ജമാഅത്തിന്റെ ഇമാമ് പോലെ, ഒരു ഖാദി പോലെ, പ്രത്യേകിച്ച് സമൂഹത്തിലോ രാജ്യത്തോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു സേഫ് സോണിൽ ഇരുന്ന് പ്രാർത്ഥിച്ചും ദുആ ചെയ്തും ഖുർആൻ ഓതിയും ഒക്കെ ജീവിക്കുന്ന പ്രവാചകന്മാർ, അങ്ങനെ ഒരു പ്രവാചകന്മാരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഖുർആൻ പരിശോധിച്ചാൽ പ്രവാചകന്മാർ അങ്ങനെയല്ല. അവർ വളരെ സമരോത്സുകമായിട്ടാണ് ജീവിച്ചത്, ത്യാഗനിർഭരമായിട്ടാണ് ജീവിച്ചത്, പ്രതിസന്ധികൾക്കിടയിലാണ് ജീവിച്ചത്. ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് കടമ്പകളും താണ്ടിക്കടന്നാണ് അവർ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരം ശത്രുക്കളുടെ പേരുകൾ ഖുർആൻ പലരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച ശത്രു ഫിർഔന. നമ്രൂദിനെ പറ്റി നമ്മൾ പറയാറുണ്ട്. നമ്രൂദിന്റെ പേര് അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. അലം തറ ഇലല്ലദി ഹജ്ജ ഇബ്രാഹിമ ഫി റബ്ബിഹി അൻ അതാഹുല്ലാഹുൽ മുൽക്ക് എന്ന് പറഞ്ഞ് ഇബ്രാഹിമുമായി സംവദിച്ച, തർക്കിച്ച ഒരുത്തൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് നമ്രൂദ് എന്നൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും മറ്റ് തഫ്സീർ ഗ്രന്ഥങ്ങളുള്ള, നേർക്ക് നേരെ ഖുർആനിൽ നമ്രൂദിന്റെ പേരൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ചില ശത്രുക്കളുടെ പേര്, ഇപ്പൊ ഹാമാന്റെ പേര് പറയുന്നുണ്ട്. അത് ഫിർഔനിന്റെ ഒരു ആഭ്യന്തര മന്ത്രി എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഫിർഔന്റെ ഒരു വലങ്കായി പ്രവർത്തിക്കുന്ന ഒരു ആഭ്യന്തര മന്ത്രി. അങ്ങനെ ഹാമാൻ എന്ന് പറയുന്ന ഹാമാൻ, ഫിർഔന്റെ ഹാമാന്റെ പേര് പറയുന്നുണ്ട്. പിന്നെ ഖാറൂൻ എന്ന് പറയുന്നത് ഒരു അന്നത്തെ ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ, മൂസാ നബിയുടെ അനുയായികളിൽപ്പെട്ട മൂസാ നബിയുടെ ശത്രുവായിരുന്നു ഖാറൂൻ എന്നൊരു മുതലാളി. ജാലൂത്തിനെ പറ്റി പറയുന്നുണ്ട്, ആസറിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ പരാമർശങ്ങളാണ് നടത്തുന്നത്. അബൂലഹബ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശത്രുക്കളിൽ അബു സുഫിയാൻ ഉണ്ടായിരുന്നു, അബു ജഹൽ ഉണ്ടായിരുന്നു, ഉത്തുബത്ത്, ഷെയ്ബത്ത് പോലെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ഖുർആൻ പരാമർശിച്ച ഒരു പേര് അബൂ ലഹബാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂ ലഹബിന്റെ പേരാണ് ഖുർആൻ പരാമർശിച്ചിട്ടുള്ളൂ. അബൂ ജഹലിന്റെ പേര് പോലും ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല, കഅബയിൽ അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം തടഞ്ഞവൻ, അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല, നമസ്കരിക്കുന്ന അടിമയെ തടഞ്ഞവനെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നത് അബൂജഹലിനെ കുറിച്ചാണ് എന്ന് തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്. നേർക്കുന്നൊരു അബൂജഹലിന്റെ പേരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഫിർഔന്റെ പേര് ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകൾ പറയുന്നത്, ഖുർആനിൽ ഒരു 65-70 താഴെ സ്ഥലത്ത് പല ഭാഗങ്ങളിൽ ഫിർഔൻ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പറയുന്നുണ്ടെന്ന് അർത്ഥം. ആ ഫിർഔനും മൂസാ നബിയുള്ള സംവാദം ഖുർആൻ വളരെ പ്രധാനപ്പെട്ട ഖുർആന്റെ തന്നെ ഒരു ചർച്ചയാണ്. എന്തിനാണ് ഫിർഔന്റെ പേരും ഫിർഔനുമായിട്ട് സംവാദങ്ങളൊക്കെ ധാരാളം പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയില്, സൂറത്തു ആലി ഇമ്രാനില്, സൂറത്തുൽ മാഇദയില്, സൂറത്തുൽ അഅറാഫില്, സൂറത്തു ഹൂദില്, സൂറത്തു യൂനിസില്, സൂറത്തു ഇബ്രാഹിമില്, സൂറത്തു ബനി ഇസ്രായീലില്, സൂറത്തു ത്വാഹയില്, സൂറത്തുൽ ഹജ്ജില്, സൂറത്തുൽ മുഅ്മിനൂനില്, സൂറത്തു സാഫാത്തില്, സൂറത്തു സ്വാദില്, സൂറത്തുൽ നംലില്, സൂറത്തു ശുഅറായില്, സൂറത്തുൽ ഖസസില്, അങ്ങനെ സൂറത്തുൽ നാസിആത്ത് ഉൾപ്പെടുന്ന സൂറത്തുൽ ബുറൂജ്, ഹൽ അത്താക ഹദീഥു മൂസാ നബിയുടെ വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫിർഔന വ സമൂദ്, ഫിർഔനെ കുറിച്ചുള്ള വാർത്തകൾ, ഇങ്ങനെ ഫിർഔനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഖുർആനിൽ പേർത്തും ധാരാളമായി. സാധാരണ ഇന്നത്തെ ഒരു അക്കാഡമിക് ഭാഷ പറയുകയാണെങ്കിൽ ഒരു കേസ് സ്റ്റഡി എന്നർത്ഥത്തിൽ ഫിർഔനെ പറ്റി പഠിക്കണം. അങ്ങനെയുള്ള ഫിർഔൻ, ആ ഫിർഔന്റെ വാക്കുകൾ, ആ ഫിർഔന്റെ സംസാരങ്ങൾ, ആ ഫിർഔന്റെ ഡയലോഗുകൾ, ആ ഫിർഔന്റെ ശരീരഭാഷ, സംസാര ഭാഷ, അദ്ദേഹത്തിന്റെ അധികാര ഭാഷ, അദ്ദേഹത്തിന്റെ അഹങ്കാര ഭാഷ,
അദ്ദേഹത്തിൻ്റെ നെഞ്ചളവ് 56 ഇഞ്ച് നെഞ്ചളവുള്ളവനാണ് ഞാൻ തന്നെ ഒരു ദൈവമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൈവം ആരാണ്? ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ശ്രീരാമനായിരുന്നു, ശ്രീകൃഷ്ണനായിരുന്നു, അല്ലെങ്കിൽ ഗുരുവായൂരത്തിൽ അവിടെ അപ്പൻ ഗുരുവായൂരപ്പനുണ്ട്, ഇവിടെ തൃപ്രാരത്തും അവിടെ ഒരു ഹനുമാനുണ്ട്, കൊടുങ്ങല്ലൂരത്തും ഒരു അമ്മയുണ്ട്, ശബരിമലയിലെ ഒരു ശാസ്താവുണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായ പല പേരുകൾ അറിയുന്ന ഒരുപാട് ഉപസബ്ദൈവങ്ങളൊക്കെ രാജ്യത്ത് നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെ രാജ്യത്തൊരു വേറൊരു ദൈവം, ഒരു പക്ഷെ ഞാൻ തന്നെ ദൈവമാണെന്ന് പറയുന്ന, നമ്മോ എന്ന് പറയുന്ന ഞാൻ ദൈവമാണെന്ന് പറയുന്ന, ദൈവത്തിന് മേലെയാണ് എന്ന് പറയുന്ന സ്വഭാവത്തിൽ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. വിശുദ്ധ ഖുർആനില് സൂറത്ത് സുഖ്റുഫില് അള്ളാഹു പറയുന്ന പ്രയോഗമുണ്ട്. വനാദാ ഫിർഔനു ഫി ഖൗമിഹി ഖാല യാ ഖൗമി അലൈസ ലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. വനാദാ ഫിർഔൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഫി ഖൗമി, തന്റെ ജനതയോട്, ഖാല യാ ഖൗമി അലൈസ ലി മുൽക്കു മിസ്ർ, ഈ രാജ്യത്തിന്റെ അധികാരം ആർക്കാണ്? ഈ നാട് ആര് പറയുന്ന പോലെ മുന്നോട്ട് പോകുന്നത്? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നൈൽ നദി അല്ലെങ്കിൽ അപ്പത്തെ ചെങ്കടല്, ഇവിടത്തെ എല്ലാ സൂയസ് എല്ലാം ഇവിടുത്തെ നദികളും പുഴകളും എല്ലാം, നദികളും പുഴകളും എന്ന് പറയാൻ കാരണം ഇവിടുത്തെ മനുഷ്യൻ മാത്രമല്ല, ഇവിടുത്തെ നദികളും പുഴകൾ വരെ എൻ്റെതാണ്. മനുഷ്യർ, ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ എൻ്റെ അധികാരത്തിലാണ്, എൻ്റെ ആധിപത്യത്തിലാണ്. അതുകൊണ്ട് എല്ലാം എൻ്റെ കീഴിൽ. ഇവിടുത്തെ നദികളും പുഴകൾ വരെ, അല്ലാതെ നദികളും പുഴകളും മാത്രമാണ്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഇവിടുത്തെ പുഴകളും നദികളും ഓരും ഒഴുകുന്നത് എൻ്റെ കാലിന് കീഴിലൂടെയാണ്. അതുകൊണ്ട് ഞാനാണ് ഇവിടുത്തെ സൂപ്പർ ദൈവം, ദൈവത്തിന്റെ മേൽ ദൈവം ഞാനാണെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അഹങ്കാരിയായിരുന്നു ഫിർഔൻ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, മൂസാ നബിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അന ഖൈറും മിൻ ഹാദല്ലദി ഹുവ മഹീൻ, ഞാനല്ലയോ വലിയവൻ, ഇവൻ നീചനല്ലേ. അന ഖൈറുൻ മിൻ ഹാദല്ലദി ഹുവ മഹീൻ, നീചനായ മൂസ അവനേക്കാൾ എത്രയോ ഉയരത്തിലാണ് ഞാൻ. അവല യക്കാദു യുബീൻ, മൂസാ നബിയുടെ ചില വൈകല്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബിയെ മോശമാക്കി ചിത്രീകരിക്കുന്നുണ്ട്. ഫലൗലാ ഉൽഖിയ അലൈഹി അസ്വറത്തും മിൻ ദഹബിൻ ഔ ജാഅ മഅഹുൽ മലായികത്തു മുഖ്തരിനീൻ, അദ്ദേഹം ഒരു പ്രവാചകനൊക്കെ ആയിരുന്നെങ്കിൽ സ്വർണത്തിന്റെ വളകൾ ഇട്ട് പട്ടും വളയുമാക്കിയിട്ട് വരികയും പരിവാരപൂർവ്വം അദ്ദേഹം ഉണ്ടാകേണ്ടിയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ മൂസാ നബിയെ പരിഹസിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. പിന്നെ പറയുന്നൊരു വാക്കുണ്ട്, ഫസ്തഖഫ ഖൗമഹു, ആ ഫിർഔൻ തന്റെ ജനതയെ വളരെ മോശമായി കണ്ടു. സ്വന്തം ജനങ്ങളെ, സ്വന്തം പ്രജകളെ, രാജ്യം ഭരിക്കുന്ന ഫിർഔൻ ജനങ്ങളെ വില കുറച്ചു കണ്ടു. ജനങ്ങളെ ഒരുപക്ഷെ പാറ്റകളായി കാണുന്ന, നമ്മുടെ സമകാലിക പ്രയോഗം പാറ്റയുടെ രാഷ്ട്രീയം, പാറ്റകളായ ഒരു ജനത, അല്ലെങ്കിൽ അപ്പുറത്ത് കൂറകളായ ജനത. കുറച്ചു മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ പറ്റി ചിതലുകൾ തിന്നുന്നത് പോലെ രാജ്യത്തെ തിന്നു തീർക്കുന്ന, രാജ്യത്തിന്റെ ഖജനാവുകൾ, രാജ്യത്തിന്റെ ഭക്ഷ്യ FCI ഗോഡൌണുകൾ ഒക്കെ തിന്നു തീർക്കുന്ന ചിതലുകളാണ് എന്ന് മുസ്ലിം സമൂഹത്തെ കുറിച്ച് സൂചിപ്പിക്കണ്ടായി. ഞാൻ പറയുന്നത്, ഒരു ജനതയെ, സ്വന്തം ജനതയെ വില കുറച്ച് കാണുന്ന, സ്വന്തം ജനതയെ നീചമായി കാണുന്ന ഒരു സംസ്കാരം. അങ്ങനെ ഞാനാണ് രാജ്യത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ പുഴകളും നദികൾ വരെയും ഞാൻ പറയുന്നത് പോലെയാണ് ഒഴുകുന്നത്. ഇങ്ങനെ അഹങ്കാരത്തിന്റെ അങ്ങോട്ട് വലിയവനാണ് ഞാൻ ബഹുമാനപ്പെട്ടവനാണ്, ആ രീതിയിൽ സംസാരിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഫിർഔൻ എന്ന് പറയുന്നത്. അത്തരം ഒരു ഫിർഔന്റെ ചരിത്രം നാം ധാരാളം വായിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അത്തരം ഒരു ഫിർഔൻ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും എന്നതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനില് ഇത്തരം ഒരു ചരിത്രം പേർത്തും നിരന്തരം ഇങ്ങനെ പറയാൻ കാരണം, ഒരുപക്ഷെ ഖുർആൻ വായിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ഓതുന്ന, പലപ്പോഴും ഖുർആൻ ഓതുന്ന സമൂഹമായി നമ്മൾ മാറിപ്പോയി എന്നാണ് പ്രശ്നം. ഖുർആൻ പഠിക്കുന്ന, വായിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ വായിക്കുന്ന ഖുർആനിലും, അവർ ഖുർആൻ വായിക്കുമ്പോൾ 2 കണ്ണ് വേണമെന്നാ. ഒരു കണ്ണ് ഖുർആനിലാണെങ്കിൽ മറ്റേ കണ്ണ് ആകാശത്തെ ഭൂമിയിലായിരിക്കണം. 2 കണ്ണും ഇങ്ങോട്ട് വെച്ച് നോക്കിയാൽ മാത്രം മതി. ഇങ്ങനെ ഖുർആൻ ഓതി
ഖുർആനിൽ ഓതി ഖുർആൻ അവസാനിപ്പിച്ച് ആണ് അടച്ചുപൂട്ടി പോകുന്ന അത്തരം കണ്ണല്ല വേണ്ടത്. ഒരു കണ്ണ് ഖുർആനിലാണെങ്കിൽ മറ്റൊരു കണ്ണ് ഈ ഖുർആൻ ഞാൻ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിലാണ്. ഈ ഖുർആൻ പറയുന്നതും ഈ സമൂഹവും, ഈ ഖുർആനും ഈ രാജ്യവും. ഇങ്ങനെ ഖുർആൻ വായിക്കുമ്പോൾ ഒരു കണ്ണ് വിശുദ്ധ ഖുർആനിലും മറുകണ്ണ് മാത്രം പോരാ, കണ്ണും കാതും തലച്ചോറും ഉൾപ്പെടെയുള്ള മറ്റ് അവയവങ്ങൾ കൊണ്ട് ഖുർആൻ പറഞ്ഞത് കൊണ്ട് ചിന്തിക്കുന്ന, ഖുർആൻ പറയുന്നത് കൊണ്ട് ആലോചിക്കുന്ന, ഖുർആനിൽ പറയുന്നതിനെ പറ്റി സൂക്ഷ്മമായി ചിന്തിക്കുന്ന രീതിയിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ വിശുദ്ധ ഖുർആനെ കുറിച്ച്, ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സൂക്ഷ്മ പഠനം നടത്തുന്നില്ലേ? അത് വെച്ചിട്ട് ആകാശത്തേക്ക് നോക്കുന്നില്ലേ, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഈ ഫിർഔനെ പറ്റി പറയുമ്പോൾ, ആ ഫറോയുടെ പരാക്രമങ്ങൾ പറയുമ്പോൾ, ആ ഫിർഔന്റെ ചരിത്രത്തിൽ അവസാനം സംഭവിച്ച ദുരന്ത പര്യവസായം, ഒരുപക്ഷെ അതിനേക്കാളേറെ ആ ഫിർഔനിന്റെ ജഡം പോലും ഇന്നും അല്ലാഹു ആ ശരീരം പോലും ഇന്ന് ലോകത്ത് നിലനിർത്തിയിരിക്കുക മമ്മിയായിട്ട്. ഞാൻ പറയുന്നത് ഇങ്ങനൊരു ഫിർഔൻ ചരിത്രത്തിൽ ജീവിച്ചു പോയത് മാത്രമല്ല, അത്തരം ഫിർഔന്മാരുടെ ലോകത്താണ്, അത്ര ഫിർഔൻ ഫറഈനത്തുകളുടെ കണ്ടംപററി ഫറോ, അങ്ങനെ കണ്ടംപററി സമകാലിക ഫറോവമാർ ലോകത്ത് പല രാജ്യങ്ങളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ഇന്ന് ഇപ്പൊ വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ പള്ളിയിലൊക്കെ വന്ന് ഇത്തരത്തിൽ ഖുത്ബ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ രാജ്യത്ത് ഇപ്പോൾ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി, അധികാര കേന്ദ്രങ്ങൾ, ജന്തർ മന്ദറുകൾ വരെ, ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങൾ, പാർലമെന്റ് മന്ദിരം മുതൽ അധികാര ഇടവഴികളിലെല്ലാം ഇന്ന് ഈ രാജ്യത്തെ യുവാക്കൾ, രാജ്യത്തെ ഒരു പുതിയ തലമുറ, ജൻസി തലമുറ എന്നൊക്കെ പറഞ്ഞ തലമുറ ഇന്ന് അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലും നമ്മുടെയൊക്കെ നാട്ടിലെല്ലാം ജൂൺ ജൂലൈ മാസം എന്ന് പറയാൻ മഴ പെയ്യുന്ന സന്ദർഭമാണ് നമ്മുടെയൊക്കെ കേരളത്തില്. പക്ഷെ കേരളത്തിന് പുറത്ത് അവിടെ ഇങ്ങനെ മഴയുള്ള കാലം, ഇപ്പൊ ഈ സമ്മർ വേഗം നല്ല ചൂട് കാലഘട്ടം അവിടെ. ആ ചൂടിന് വകവെക്കാതെ ഡൽഹിയിൽ മാത്രമല്ല, അപ്പുറത്തെ ബീഹാറിൽ നിന്നും യു പിയിൽ നിന്നും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും എല്ലാം ചെറുപ്പക്കാർ യുവാക്കൾ ഡൽഹിയിലേക്ക് ഒഴുകുന്നുണ്ട്. അവിടെയുള്ള മെട്രോന്റെ 16ഓളം സ്റ്റേഷൻ അടച്ചു. ആളുകൾ, യുവാക്കൾ രാവും പകലുമില്ലാതെ ഇരച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറ ഗെറ്റ് റെഡി, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരു പ്രത്യേക സമരരീതി, പഴയ മാതിരി നമ്മുടെയൊക്കെ ഈ തൃശ്ശൂർ നഗരത്ത് നമ്മൾ കാണുന്ന മാതിരി ഏതോർത്ത് പ്രകടനം വിളിച്ച് മുഷ്ടി ചുരുട്ടുന്ന രീതിയിലുള്ള ഒരു പരമ്പരാഗത സമരരീതിക്ക് അപ്പുറം ഒരു പക്ഷെ പിക്നിക്കിന് പോണ മാതിരി കൊതുക് തിരിയെടുത്ത്, ബിസ്ക്കറ്റ് എടുത്ത്, ബോട്ടിൽ വാട്ടർ എടുത്ത്, ബാഗ് എടുത്ത് പോകുന്ന സമരഭൂമിയിലേക്ക് പോകുന്ന യുവാക്കൾ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യുകയാണ്. ഒരു ഇൻസ്റ്റാ തലമുറ എന്ന് പറയുന്ന ഒരു തലമുറ. പലപ്പോഴും നമുക്ക് അവരെ പറ്റി പരിഹാസമായിരുന്നു. പക്ഷെ അവരിന്ന് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക്, അതിനപ്പുറം തലസ്ഥാന നഗരി മാത്രമല്ല, ബാംഗ്ലൂര്, ഡെറാഡൂൺ, തൂത്തുക്കുടി, ഹൈദരാബാദ്, കൽക്കട്ട, പാറ്റ്ന, ഗുവാഹട്ടി, ഇങ്ങനെ ഇന്ത്യയുടെ വ്യത്യസ്തമായ നഗരങ്ങളിലെല്ലാം ഈ സമരങ്ങൾ ഇന്ന് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചെറിയ സമരമല്ല. ആ സമരത്തിൽ പോകുന്ന ഒരു തലമുറ നിങ്ങൾ അറിയണം. ആ തലമുറ ഉയർത്തുന്നത് ഒരുപക്ഷെ ഒരു നീറ്റ്, അതുമായി ഒരു എക്സാം, അതിലെന്തോ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അവതരിപ്പിച്ച് അവസാനിപ്പിക്കുന്ന ഒരു പാറ്റ പ്രസ്ഥാനമാണെന്ന് വിചാരിക്കണ്ട. ഈ പാറ്റ എന്ന് വിളിക്കുന്നതിൽ പോലും ഞാൻ ഈ പറഞ്ഞ ഫറോവയുടെ പ്രയോഗമുണ്ട്. പാറ്റകളാണ്, മനുഷ്യരല്ല നിങ്ങൾ. ഈ രാജ്യത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പ്രയോഗിച്ച പ്രയോഗമാണ്, നിങ്ങളത് ഞങ്ങൾ മനുഷ്യരായി പോലും കാണുന്നില്ല, പാറ്റകൾ മാത്രമാണ് നിങ്ങൾ. ശരിക്കും മനുഷ്യരായി കാണാത്ത ഒരു ദർശനം, അത് യഥാർത്ഥത്തിൽ ഈ രാജ്യം ഭരിക്കുന്നവരുടെ പ്രത്യയശാസ്ത്രം നൽകിയ ഒരു കാഴ്ചപ്പാടിനാണ് ആ പേര് വിളിക്കുന്നത്. നിങ്ങൾ ആ പേര് വെറുതെ വിളിച്ചതല്ല. നിങ്ങൾ പാറ്റകളാണ്, നിങ്ങൾ കൂറകളാണ്, നിങ്ങൾ ചിതലുകളാണ് എന്ന രീതിയിൽ മനുഷ്യരെ അങ്ങനെ കാണുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ സിദ്ധാന്തത്തിന്റെ ഒരു അവരുടെ ബെഞ്ച് ഓഫ് തോട്ടിന്റെ വിചാരധാരയുടെ തന്നെ ആത്മാവായി വർത്തിക്കാനാണ് മനുസ്മൃതിയുടെ ആ മനുസ്മൃതിയോ അതുപോലുള്ള മനുഷ്യരെ ഞങ്ങൾ സവർണരാണ്. ഒരു കാലഘട്ടം പറഞ്ഞത് ഞങ്ങൾ സവർണർ, വർണ്ണമുള്ളവർ ഞങ്ങളാണ്, മറ്റവർ അവർണരാണ്, നിങ്ങൾ അവർണരാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിരാട് പുരുഷന്റെ തലയിൽ നിന്നും ജന്മം കൊണ്ട സവർണരാണ് ഞങ്ങൾ ബ്രാഹ്മണരാണ്. ഒരുപക്ഷെ തൊട്ടു താഴെ നിൽക്കുന്നവർ ക്ഷത്രിയരും വൈഷ്ണവരും ശൂദ്രരുമാണ്. അങ്ങനെ ബ്രാഹ്മണ ഇന്ത്യ, ഞങ്ങളാണ് ദൈവത്തിന്റെ തല, ഞങ്ങളാണ് ദൈവത്തിന്റെ തലയും തലച്ചോറൊക്കെ. ഞങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും അർത്ഥത്തിൽ പണി ചെയ്യുന്ന, തൊഴിലെടുക്കുന്നവർ ഞങ്ങളുടെ ഖാദിമുകളും ഖിദ്മത്ത് ചെയ്യുന്നവരുമാണ് തൊട്ട് താഴെ നിൽക്കുന്ന
ക്ഷത്രിയരും വൈഷ്ണവരും ശൂദ്രരുമൊക്കെ. അതിനും താഴെ നിൽക്കുന്നവർ മനുഷ്യർ പോലും അല്ല, പഞ്ചമരാണ് അവർ, അവർണരാണ്, വർണ്ണമില്ലാത്തവരാണ്. അങ്ങനെയാണ് പാണനും പറയനും പുലയനും മണ്ണാനും കൊശവനും ആശാരി പൂശാരി ഇങ്ങനെ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ഇവരൊക്കെ പണിയെടുത്തോളണം. ആ പണിയെടുത്തത് അങ്ങനെയാ, പണിയെടുക്കുന്നവർക്കൊക്കെ ഓരോ പേരുണ്ടായിരുന്നു. എന്നിട്ട് ഇവരൊക്കെ പണിയെടുത്തത് മൃഷ്ടാന്ന ഭോജനം നടത്തി വലിയ പൂണൂല് ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അവരുടെയൊക്കെ അധ്വാനത്തിന്റെ പരിശ്രമത്തിന്റെ പണിയിലൂടെ ജീവിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി അവർ പണിയെടുക്കട്ടെ, ഞങ്ങൾക്ക് വേണ്ടി കൊശവപ്പണി, ഞങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പണി, ഞങ്ങൾക്ക് വേണ്ടി പാടത്ത് പണിയെടുക്കുന്ന അത്തരം ഒരു ജനതയെ സൃഷ്ടിച്ച ഒരു സംസ്കാരം, അത്തരത്തിൽ മനുഷ്യ വർണ്ണങ്ങൾ വേർതിരിച്ചൊരു സംസ്കാരം. എന്നിട്ട് അവരെ തൊട്ടുകൂടാ, നിങ്ങൾ ഞങ്ങളെ തൊട്ടുകൂടാ, ഞങ്ങളെ കണ്ടിൽ ദൃഷ്ടിയിൽ പെടാൻ പോലും പാടില്ല. ഞങ്ങൾ വരുമ്പോൾ ഹോ ഹോ. ഈ തൃശ്ശൂര് സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ അന്നത്തെ കാലഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷൻ വണ്ടി ഇറങ്ങിയിട്ട് ഈ തൃശ്ശൂർ നഗരത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ കൊടുങ്ങല്ലൂരിനെ പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടത്തെ സവർണന് വരുമ്പോൾ വഴിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. ഹോയ് 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 എന്നൊക്കെ വിളിച്ചിട്ട് ചെല്ലുമ്പോൾ പൊന്തക്കാടിൽ ഒളിക്കേണ്ടി വന്നിരുന്നു. ഇങ്ങനെ മനുഷ്യനെ അന്ന് തന്നെയും അവർണനാണ്, കീഴാളനാണ്, അതുകൊണ്ട് അവനെ കണ്ണിൽ കണ്ടാൽ തന്നെ ദോഷമാണ്, ദൃഷ്ടിയിൽ പെടാൻ പാടില്ല, 8 അടി ദൂരത്ത് നിൽക്കണം, മറ്റവൻ അപ്പുറത്തുള്ളവൻ 20 അടി ദൂരം നിൽക്കണം, അപ്പുറത്തുള്ള 30 അടി. ഇങ്ങനെ ഈ സവർണ ജന്മത്തെ, സവർണ ശരീരത്തെ കാണുമ്പോൾ മുന്നിൽ നിൽക്കരുത്, അത് കണ്ടാൽ തന്നെ അയിത്തമാകും, അതുമാത്രമല്ല അവൻ ഇത്ര ദൂരം നിന്നോളണം. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച, ശീലിപ്പിച്ച അങ്ങനത്തെ ഒരു സംസ്കാരം ഈ കേരളത്തിലേക്ക് ഭ്രാന്താലയം എന്ന് വിളിച്ച ഒരു നാട്, അത്ര ഒരു ഭ്രാന്ത് പിടിച്ചൊരു സമൂഹം, അങ്ങനെയൊക്കെയായിരുന്നു ഈ നാട്ടിൽ. അങ്ങനത്തെ ഒരു പ്രത്യയശാസ്ത്രം, അതിന്റെ പുതിയ ആളുകളാണ്, പുതിയ വക്താക്കളാണ് ഞങ്ങൾ. നിങ്ങളെ വിദ്യാർത്ഥികളെ നിങ്ങളെ പാറ്റകളായിട്ടാണ് കാണുന്നത്. പ്രിയമുള്ള മനുഷ്യരെ അപമാനിക്കുന്ന അവിടേക്കാണ് ഇസ്ലാമിൽ ഈ ഫിർഔൻ ചോദിക്കുന്ന പ്രയോഗം ഉണ്ടല്ലോ, അന ഖൈറൻ മിൻ ഹാദല്ലദീ ഹുവ മഹീൻ. ഈ മൂസാ നബി ഇസ്രായേലികൾ എന്ന് പറയുന്നത് ഇവരെന്ന് പറയുന്നത് അവർ നീചന്മാരാണ് എന്നാണ് ഫിർഔൻ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം അത് ഈ രാജ്യത്ത് ഇന്നൊരു വലിയ അർത്ഥത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സമരം നമ്മളിതിൽ വലിയ അർത്ഥത്തിൽ പറയേണ്ടി വരും. കാരണം വിശ്വാസികളായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമരം വളരെ പ്രധാനപ്പെട്ട സമരം. ഈ സമരം ഏതെങ്കിലും നീറ്റും എക്സാം മാത്രമായിട്ടുള്ള സമരമൊന്നും അല്ല. സിസ്റ്റം ഈസ് ഫെയിൽഡ്. സിസ്റ്റം, ഈ രാജ്യത്തിന്റെ വ്യവസ്ഥ തകർന്നിരിക്കുന്നു. വിദ്യാഭ്യാസ പരീക്ഷ എക്സാം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല ഈ രാജ്യത്തിന്റെ പാർലമെന്റ്, ഈ രാജ്യത്തിന്റെ കോടതി വ്യവഹാരങ്ങൾ, ഈ രാജ്യത്തിന്റെ ED, CBI അങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം കൊളാപ്സ്ഡ് ആയിരിക്കുന്നു. എല്ലാ സിസ്റ്റവും ഫെയിൽഡ് ആയിരിക്കുന്നു. എല്ലാം ഒരുതരം വർഗീയവാദത്തിലൂടെ എല്ലാ അർത്ഥത്തിലും വർഗീയ ചിന്തിക്കുന്ന ഒരു സമൂഹമാക്കി രാജ്യത്തെ ജനതയെ മാറ്റിയെടുത്തിരിക്കുന്നു. അത്തരം ഒരു സന്ദർഭത്തിൽ നടക്കുന്ന ഈ സമരം, ആ സമരങ്ങൾക്ക് എല്ലാം പിന്തുണ അർപ്പിക്കാൻ മിമ്പറുകൾക്ക് കഴിയണം. അതുകൊണ്ടാണ് നമ്മൾ മിമ്പറിൽ നിന്നുകൊണ്ട്, മിഹ്റാബിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ സമരത്തിലൊന്നായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം. അതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചൊരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. അവിടെ നിന്നാണ് നമ്മൾ ചിന്തർ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമിയിൽ വലിയ പങ്കുവഹിച്ചൊരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. അവര് ഡൽഹി, ഓൾഡ് ഡൽഹി, അവളെ മീററ്റ്, ആ മീററ്റായിരുന്നു പ്രിയമുള്ളവരെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കേന്ദ്രം പോലും മീററ്റ്. ആരാ മീററ്റ്? സയ്യിദ് ബഹദൂർ ഷാ സഫർ. ഈ രാജ്യത്തിന്റെ ഫത്തേപൂർ സിക്രി, ഹൈദരാബാദ്, ഇങ്ങനെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഭൂമിയിൽ വലിയ പങ്ക് വഹിച്ചൊരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. ആ സമൂഹത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മറ്റുള്ളവരുമായി ചേർന്നു നിന്നു. അതുകൊണ്ട് ഈ കോക്രോച്ചുകളുടെ സമരത്തിൽ പോലും ഇസ്ലാമിക സമൂഹങ്ങൾക്കും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഏതോർത്ഥത്തിൽ അതിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട്, അവരെ കൂട്ടത്തിൽ അണിചേരേണ്ടതുണ്ട്. കുറച്ചു മുമ്പ് നമ്മുടെ രാജ്യം കണ്ട രണ്ടാമത്തെ ഒരു വലിയ സ്വാതന്ത്ര്യ സമരമായിരുന്നു പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ്, പൗരത്വം പോലും റദ്ദ് ചെയ്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് പൗരത്വം റദ്ദ് ചെയ്യുന്നതിന്റെ, മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുന്നതിന്റെ, ജനുസൈഡിന്റെ ഒരു ഭാഗമാണത്. അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണാധികാരി വന്നപ്പോൾ അന്നും വലിയ സമരം. സമരമൊക്കെ ക്യാമ്പസിൽ നിന്ന് ഒരു മുസ്ലിം പെൺകുട്ടിയെ വിരൽ അങ്ങനെയുള്ള പ്രതീകങ്ങൾ, ഐക്കണുകൾ, അന്ന് ഈ പറഞ്ഞ മാതിരി സംഘപരിവാർ പോലീസും അവരുടെ ഗുണ്ടകളുമായ സൈന്യങ്ങൾ വന്നപ്പോൾ കൈവരിൽ ചൂണ്ടിയൊരു പെൺകുട്ടിയാണ്, പെൺകുട്ടികൾ വരെ. ജാമിയ മില്ലിയയിലേക്ക് ചരിത്രത്തിൽ PhD എടുക്കാൻ പോയ പെൺകുട്ടി അത്ര. അത്
ചരിത്രത്തിൽ ഹിസ്റ്ററിയിൽ PhD എടുക്കാൻ പോയ പെൺകുട്ടി യഥാർത്ഥത്തിൽ പുസ്തകത്തിലോ ഡിഗ്രിയിലല്ല PhD എടുത്ത, മറിച്ച് സമരഭൂമിയിൽ PhD, സമരം, ഇന്ത്യയുടെ ചരിത്രത്തിൽ, സമര ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ PhD എടുക്കാൻ പെൺകുട്ടികൾ. ആ പെൺകുട്ടിയാണ് മാറി നിൽക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിരൽ ചൂണ്ടി, ആ വിരൽ തുമ്പിൽ നിന്നാണ് രാജ്യത്തൊട്ടാകെ, ഒരുപക്ഷെ കശ്മീർ മുതൽ കേരളം വരെ, കേരളത്തിലെ തെരുവുകളും ഗ്രാമങ്ങളൊക്കെ ഇളകി മറിഞ്ഞൊരു സമരമായിരുന്നു പൗരത്വ സമരം. അത് അവസാനിച്ചു, തീർന്നു എന്നാരും വിചാരിക്കേണ്ട. അങ്ങനെ ഒരു സമരശേഷിയുള്ള ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം എന്ന് തെളിയിച്ചാണ്. ആരും വിചാരിക്കേണ്ട ആ സമരമൊക്കെ പരാജയപ്പെട്ടു. അങ്ങനെയല്ല, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ മുസ്ലിം ഇന്ത്യ ആ സമരത്തിൽ വലിയ പങ്കാളികളായിരുന്നു. അങ്ങ് കാശ്മീർ മുതൽ കേരളം വരെ, ഇപ്പൊ ഇങ്ങനെ ഗുജറാത്ത് മുതൽ അങ്ങ് വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അസം, ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാജ്യത്തൊട്ടാകെ ആളിപ്പടർന്ന വലിയ വിപ്ലവ സമരമായിരുന്നു രാജ്യത്തെ പൗരത്വ ഭേദഗതി സമരം എന്ന് പറയുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന സമരം. ഈ സമരത്തിൽ പുതിയ യുവാക്കളെ നമ്മൾ പഠിക്കണം. ആ യുവാക്കൾ വലിയ പ്രയാസം അനുഭവിക്കുന്നു. ഞാനതാ പറയുന്നത്. കേരളം വലിയ പൗരത്വ ബോധമുള്ള ഒരു സമരബോധമുള്ളവരാ. നമ്മൾ പോലും വേൾഡ് കപ്പിന്റെ അവസാനങ്ങളിൽ അർജന്റീനയാണോ ഫ്രാൻസാണോ എന്നറിയാൻ നട്ടപ്പാരയ്ക്കും നമ്മളെല്ലാവരും രാത്രി കാലങ്ങളിൽ നല്ല ഫുട്ബോൾ കാണുന്ന ആ ഫുട്ബോളിന്റെ ആരംഭങ്ങളിൽ മയങ്ങിയ സന്ദർഭത്തിലും ഉത്തരേന്ത്യയിലെ ഒരു പുതിയ തലമുറ സ്വന്തം ജീവൻ പണയം വെച്ച് അടിയും ഇടിയും വെടിയും ഒക്കെ ഏറ്റുവാങ്ങി, മാരോ ഫിർപ്പി മാരോ, ഞങ്ങൾ അടിച്ചോളൂ, വീണ്ടും അടിച്ചോളൂ എന്ന് ചോദിച്ചുകൊണ്ട് നെഞ്ചു നിവർത്തി ഒരു തലമുറ കയറി ചെല്ലുന്നത് അത്ര ചെറിയ കാര്യമല്ല. സംഘപരിവാർ സാധാരണ നിലയിൽ രാജ്യത്തെ ഭരണകൂടം അമിത്ഷയൊക്കെ പേടിപ്പിച്ചത് മിണ്ടരുത്, മിണ്ടിയാൽ UAPA, മിണ്ടിയാൽ ടാഡാ പോട്ട, മിണ്ടിയാൽ എന്ന രീതി പേടിച്ചു പോയൊരു ജനത. നമ്മുടെ രാജ്യത്തെ ജന പേടിച്ചു പോയിരുന്നു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫസ്തഖഫ ഖൗമഹു, ഫിർഔൻ തന്റെ ജനതയെ ചെറുതായി കണ്ടു, എന്നിട്ട് ആ ജനതയെ പേടിപ്പിച്ചു നിർത്തി. മൂസാ നബിക്ക് പോലും മനസ്സിൽ ഒരു പേടി ഉണ്ടായതാണ്. ഫിർഔന്റെ പരിവാരങ്ങളും ഫിർഔന്റെ സാഹിറുകളും എല്ലാം വന്നപ്പോ മൂസാ നബിയുടെ മനസ്സിൽ പോലും ഒരു ഭയം വന്നു. മൂസാ നബിയുടെ മനസ്സിൽ പോലും ഒരു ഭയം വന്നു. ആ സന്ദർഭം അള്ളാഹു പറയുന്നുണ്ട്, മൂസാ നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടേണ്ടതില്ല, നീയാണ് ഉന്നതൻ. ലാ തഖഫ്, നീ ഭയപ്പെടാൻ പാടില്ല. ഇന്നക അൻതൽ അഅ്ല, നീ ഏറ്റവും ഉന്നതനാണ്. അഥവാ ഫറോവയോട്, ഫിർഔനിന്റെ പരിവാരങ്ങളോട്, ഫിർഔന്റെ ചാനലുകളോട്, ഫിർഔന്റെ മീഡിയകളോട്, ഫിർഔന്റെ പോലീസിനോട്, ഫിർഔന്റെ അനുയായികളെ കാണുമ്പോൾ മൂസ നീ ഭയപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വൽഖി മാ ഫീ യമീനിക് തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത്താ. നീ നിന്റെ കയ്യിലെ വടി ഇട്, നിന്റെ കയ്യിലെ വടി നീ ഇട്. തൽഖഫ് മാ, അവര് ഉണ്ടാക്കിയ വടികളെല്ലാം വിഴുങ്ങാൻ മാത്രമുള്ള ഒരു വടിയാണ് നിങ്ങളുടെ ആദർശം. ഞാൻ പറയുന്നത്, ഇപ്പോൾ നടക്കുന്ന ഈ സമരം, ആ പോരാട്ടം, രാജ്യത്ത് പോലും നമുക്ക് പോലും ഒരു പൊളിറ്റിക്കൽ ഡിപ്രഷൻ വന്നൊരു കാലഘട്ടമാണ്. രാഷ്ട്രീയമായി പുതിയ തലമുറ മൊത്തം ഡിപ്രഷനാണല്ലോ. പക്ഷെ ആ ഡിപ്രഷനുള്ള തലമുറയാണ് നമ്മളാണ് യഥാർത്ഥ ഡിപ്രഷൻ. നമ്മൾ പഴയ ഒരു ഫേസ്ബുക്ക് വാട്സപ്പ് തലമുറ, അങ്ങനത്തെ തലമുറയായിരുന്നു. ഒരു മില്ലേനിയം, നമ്മുടെയൊക്കെ പ്രായക്കാരൊക്കെ അത്രയും തലമുറയാണ്. അവരിങ്ങനെ വാട്സപ്പും ഫേസ്ബുക്കിലൊക്കെ ഉള്ള. പക്ഷെ നമ്മുടെ അടുത്ത തലമുറ ജെൻസി, അവരെ കുറിച്ച് നമ്മൾക്ക് തന്നെ, അവർ ഷോർട്സിന്റെ ലോകത്താണ്, അവരേതോർത്തിൽ വീഡിയോ ഇത്തരത്തിലുള്ള ലോകത്താണ്. അവരെ നമ്മൾ ക്ലബിൽ കാണുന്നില്ല, തെരുവിൽ കാണുന്നില്ല, സമൂഹത്തിൽ കാണുന്നില്ല, പൊതുബന്ധമില്ല എന്നൊക്കെ നമ്മൾ ആക്ഷേപിച്ചിരുന്നു. പക്ഷെ ആ കുട്ടികളാണ് അടി വാങ്ങി, അത്ര അക്രമം വാങ്ങി, പെല്ലറ്റ് പോലുള്ള വളരെ ക്രൂരമായ ആയുധങ്ങൾ വരെ ഉപയോഗപ്പെട്ട് അങ്ങനെ അടിയും പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി, എന്നിട്ടും ഓടിച്ചെടുത്ത് തിരിച്ചെത്തുന്ന, സ്വന്തം പോലീസ് വാഹനങ്ങൾ മുമ്പിലേക്ക് കയറി നിൽക്കുന്ന അത്തരത്തിലുള്ള റിയാലിറ്റി താരങ്ങൾ വരെ ഒടിഞ്ഞ കൈ നോക്കി പറയും, ഞാൻ താമരക്കോട്ട് ചെയ്ത കൈയാണ്, ആ കൈ ഞാൻ അടിച്ചൊടുക. അഥവാ താമരക്കോട്ട് ചെയ്യുന്നൊരു തലമുറയുടെ മക്കൾ വരെ യഥാർത്ഥത്തിൽ ഇന്ന് സമരഭൂമിയിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ ഉയർത്തുന്നത് കേവലം നീറ്റ് എക്സാം മാത്രമൊന്നുമല്ല, സിസ്റ്റം ഈസ് ഫെയിൽഡ്. അതന്നെ പറയുന്നത്. ഉടൻ എന്ത് പറയാലോ, തീവ്രവാദി, ഭീകരവാദി, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ജിഹാദി എന്ന് പറയുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള വാർപ്പ് മാതൃകയിൽ ഇതിനെ അടിച്ചമർത്താൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഈ പുതിയ തലമുറ പറയുന്നത്, നിങ്ങൾ ജിഹാദി എന്ന് പറഞ്ഞ് ഇഷ്യൂവിനെ മാറ്റിവിടണ്ട. പാകിസ്ഥാനാണ് പിന്നിൽ, അമേരിക്കയാണ് പിന്നിൽ, ചൈനയാണ് പിന്നിൽ, ഇങ്ങനെ പിന്നിൽ അവർ, പിന്നിൽ ഇവർ, നമ്മുടെ കേരളത്തിൽ പിന്നിൽ അവർ, പിന്നിൽ പാകിസ്ഥാൻ, പിന്നിൽ അഫ്ഗാൻ, പിന്നിൽ ജിഹാദി
എന്നൊക്കെ പറയുന്നതോടുകൂടി ഏത് മുദ്രാവാക്യവും ഏത് സമരത്തെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള അത്തരത്തിലുള്ള കുറെ കാലമായി ഉപയോഗിക്കുന്ന ആ തന്ത്രം വിലപ്പോവില്ല എന്ന് പറയുന്ന ഒരു തലമുറ വളർന്നു വന്നിരിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. പക്ഷേ ഈ സമരം കൊണ്ട് രാജ്യത്ത് വലിയ മാറ്റമുണ്ടായി, വിപ്ലവം ഉണ്ടായി, രാജ്യത്തെ സംഘപരിവാർ ഭരണകൂടം ഇല്ലാതാവും, തകരും എന്നൊന്നും വിചാരിച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ ഒരു തലമുറ, പുതുതലമുറയുടെ മനസ്സുകളിലേക്ക് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ അക്രമികളാണ് എന്നും അക്രമ ഭരണം ഈ രാജ്യത്ത് അവസാനിക്കേണ്ടതുണ്ട് എന്നും അതിനുവേണ്ടി ത്യാഗനിർഭരമായി വരും തലമുറക്ക് ജീവിക്കാൻ ഈ വർഗീയ കടൽക്കിഴവന്മാർ, ഈ പറയുന്ന ആളുകളൊക്കെ 80-70 പൈസ ഒരു വിഭാഗം ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രിയൊക്കെ 80-90-70 വയസ്സായി വലിയ അസുഖമൊക്കെ ബാധിച്ച് രോഗാതുരമായി മരണക്കിടക്കയിലേക്ക് നീട്ടി നിൽക്കുന്ന ഒരു സമൂഹമാണ്. അപ്പൊ നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, ഇവിടെയൊക്കെ എപ്പോഴും ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ നിരന്തരമായി ഓരോ ദിവസവും നേരം വെളുത്ത് വർഗീയത, ഇതുപോലെ വർഗീയത വിളമ്പാനും വർഗീയത തുപ്പാനും വേണ്ടി മാത്രം ഫേസ്ബുക്ക് തുറക്കുന്ന കുറെ ആളുകൾ നമ്മുടെയൊക്കെ കേരളത്തിലുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അവർക്കൊരു ആവറേജ് പ്രായം നോക്കി നിങ്ങൾ, ഒരു ആവറേജ് പ്രായം. ഇവിടെയൊക്കെ മുഖ്യധാര വർഗീയവാദികൾ എന്നും വർഗീയത പറയാൻ വേണ്ടി ശ്വാസം മുട്ടി സംസാരിക്കുന്ന, വർഗീയത സംസാരിക്കാൻ വേണ്ടി പഴയ DGP പോസ്റ്റിരിക്കുന്ന മനുഷ്യന്മാര്, വർഗീയത പറഞ്ഞ ടീച്ചർമാർ, വർഗീയത പറയുന്ന മാലിന്യത്തിന്റെ വലിയ കള്ളു മുതലാളിമാർ, അവർക്ക് പ്രായം എത്രയാ? അവർക്ക് പ്രായം 70-80 വയസ്സായ ആൾക്കാരാണ് ഈ വർഗീയത വായിൽ നിന്ന് വരുന്നത്. അവർക്ക് ജീവിതം കഴിഞ്ഞു. പക്ഷെ ഒരു തലമുറക്ക് ജീവിക്കണ്ടേ? ഒരു തലമുറക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് വരും തലമുറയെ സംബന്ധിച്ച് ഗൗരവബോധം വന്നു എന്നത് വലിയ കാര്യമാണ്. ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നടക്കുന്ന ഇത്തരം സമരങ്ങൾ അൽഹംദുലില്ലാഹ് ഇസ്ലാമിക സമൂഹം ഒരുപക്ഷെ നേർക്കെന്നേരെ എന്തിനും ഏതിനും മുസ്ലിം, അങ്ങനെ ഈ പൗരത്വ സമരത്തിൽ പോലും രാജ്യത്തിലെ പ്രധാനമന്ത്രി പറഞ്ഞത്, സമരം ചെയ്യുന്നവരെ കണ്ടില്ലേ, വേഷം കണ്ടില്ലേ, വേഷം കണ്ടാൽ അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ചാപ്പകുത്തി, എന്ത് കാര്യത്തെ മുസ്ലിം ചാപ്പകുത്തി, എന്ത് പറഞ്ഞാലും മുസ്ലിം തീവ്രവാദം എന്ന് പേരിട്ട് അത്തരത്തിലുള്ള ഒരു മാസ്ക് ഏത് സമരത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് എല്ലാ സമരത്തെയും അട്ടിമറിക്കുന്ന രീതിയാണ് പൊതുവിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഏശാത്ത, അതിൽ വിശ്വസിക്കാത്ത ഒരു തലമുറ വളർന്നു വരുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ഒരു പുതിയ സമരത്തെ, ഈ പുതിയ മൂവ്മെന്റിനെ, അതൊരു പക്ഷേ ഇനി അങ്ങോട്ട് ഒരു 50 വർഷത്തേക്ക് ഞങ്ങളുടെ ഗവൺമെന്റാണ്, ഇനി ഒരു പ്രതിപക്ഷമില്ല, ഇനി ഇവിടെ ഒരു നിരാശരായി വന്നവരായി നമ്മൾ വരും. പ്രതിപക്ഷം ഒരു സമരം ചെയ്യാൻ ധൈര്യം പോലും നമ്മുടെ രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കാനും വിമർശിക്കാനും ഒക്കെ ഭയപ്പെട്ടിട്ട്, രാജ്യത്തെ ഭയവും പേടിയുമാണ്. രാജ്യം ഭരിക്കുന്ന വ്യവസ്ഥയുടെ പേരിന് പേടിപ്പിച്ചത്, മിണ്ടരുത്, സംസാരിക്കരുത് എന്ന രീതിയിൽ ഭയപ്പെട്ട് നമ്മൾ പോലും ഭയപ്പെട്ടിരിക്കുന്ന കാലഘട്ടം. നമ്മൾക്ക് പോലും പേടിയാണ്, നമുക്കൊരു ഭയമാണ്, നമുക്ക് പോലും സംസാരിക്കാൻ ധൈര്യമില്ല. കാരണം നമ്മുടെ ഓരോ പള്ളികൾ എത്ര തകർക്കപ്പെടുന്ന ബുൾഡോസർ, അതാണ് പുതിയ കാലഘട്ടത്തിൽ ബുൾഡോസർ മാമ, ബുൾഡോസർ ദാദാ, ബുൾഡോസറാണ് പുതിയ കാല ഇന്ത്യയുടെ ചിഹ്നം പോലും, ഐക്കൺ. രാജ്യത്തെ ദേശീയ ഗാനമുണ്ട്, ദേശീയ ഗീതമുണ്ട്, ദേശീയ പക്ഷിയുണ്ട്, ദേശീയ മൃഗമുണ്ട്, അങ്ങനെ ദേശീയ പക്ഷിയുണ്ട്, ദേശീയ മൃഗമുണ്ട്, ദേശീയ യന്ത്രമുണ്ട്. അതിന്റെ പേര് ബുൾഡോസ് എന്നാണ്. ബുൾഡോസ് ചെയ്യുക. ആ ബുൾഡോസ് എന്ന് പറയുന്നത് മുസ്ലിം പള്ളികളെ ബുൾഡോസ് ചെയ്യുക, മുസ്ലിം ദർഗകളെ ബുൾഡോസ് ചെയ്യുക, മദ്രസകളെ ബുൾഡോസ് ചെയ്യുക. ഇങ്ങനെ ഇസ്ലാമും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ബുൾഡോസ് ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ, ആ ബുൾഡോസിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും നമുക്ക് സാധ്യമാകാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഈ ബുൾഡോസ് രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക്, ഈ വർഗീയ ശക്തികളെ യഥാർത്ഥ കുതന്ത്രങ്ങളെ തിരിച്ചറിയുന്ന വിധത്തിലേക്ക് ഒരു തലമുറ വളർന്നു വരുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭത്തിൽ യഥാർത്ഥ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മധൈര്യമുള്ള സമൂഹമായി മാറുക എന്നത് നമുക്കൊക്കെ ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ. ഖുർആനിൽ പലയിടത്തും ഒരുപക്ഷെ മനുഷ്യരുടെ ആദ്യം ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ അള്ളാഹു ആദ്യം പറയുന്ന വർത്താനം എന്തറിയോ, നിങ്ങളെ യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ഈ വിശുദ്ധ ഖുർആനും പ്രവാചകന്മാരെ കേട്ട് വരുമല്ലോ, നിങ്ങൾ അള്ളാഹുവിന്റെ സന്മാർഗത്തെ പിൻപറ്റി ജീവിച്ചാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ, നിങ്ങൾ അങ്ങനെ ഭയപ്പെടേണ്ടത് വരില്ല, നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ടി വരികയില്ല. വമൻ ഇത്തബഅ ഹുദായ ഫലാ യദുല്ലു വലാ യഷ്ഖാ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക. നിങ്ങൾ ഈ സന്മാർഗത്തെ പിൻപറ്റിയാൽ നിങ്ങൾ അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. ഞാൻ പറയുന്നത് നമ്മൾ ഭയപ്പെടാത്ത അവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട്.
നമുക്ക് നമ്മുടെ ഈമാനിന്റെ ഒരു ധൈര്യം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ഭയപ്പെട്ടാൽ, നമ്മൾ പേടിച്ചോടിയാൽ, നമ്മൾ ഏതോർത്ഥത്തിൽ ദുർബലരായാൽ പിന്നെ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമരത്തിൽ, ഒരുപക്ഷെ ഞാൻ ആ സമരത്തിന്റെ മുൻനിരയിലേക്ക് ഏതോർത്ഥത്തിൽ കയറി അങ്ങനെ ഇസ്ലാം അങ്ങനെ ആവണതല്ല, ഈ സമരത്തിൽ ഭാഗവക്കാകണം. ഈ സമരത്തെ ഏതോർത്ഥത്തിൽ സമൂഹം ഉൾക്കൊള്ളണം. ഈ സമരത്തിൽ ഒരുപക്ഷെ ഏറ്റവും മുൻനിരയിൽ അതിൻ്റെ ത്യാഗനിർഭരമായി ഇടപെടൽ നടത്താൻ ഇസ്ലാമിക സമൂഹത്തിന് കഴിയണം, മുസ്ലിം യുവാക്കൾ കഴിയണം. നമ്മുടെ ചെറുപ്പക്കാരെ, യുവാക്കളൊക്കെ ഈ സമരഭൂമിയിലേക്ക് നമ്മൾ തിരിച്ചുവിടണം. അങ്ങനെ ഈ രാജ്യത്ത് ഒരു ഭയമില്ലാത്തൊരു തലമുറ, ഞങ്ങൾ പേടിക്കില്ല എന്ന് പറയുന്ന, ഭയപ്പെടുകയില്ല എന്ന് പറയുന്ന, ഞങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ മരണത്തിന് വേണ്ടി നിങ്ങളുടെ യന്ത്രത്തോക്കുകളെയും നിങ്ങളുടെ പട്ടാളത്തെ പോലീസിനെയും ഒരുപക്ഷെ അവിടുത്തെ വലിയ മുഖ്യധാര ഗോഡി മീഡിയകളെ അടക്കം പുതിയ തലമുറ പരിഹസിച്ചു വിടുകയാണ്. അഥവാ ഈ രാജ്യത്തിന്റെ ഈ ഭരണ സംഘപരിവാർ എസ്റ്റാബ്ലിഷ്മെന്റുകൾ മുഴുവൻ വെല്ലുവിളിക്കുന്ന അത്തരത്തിൽ യഥാർത്ഥത്തിൽ ഇവർ പേടിച്ചു പോകുന്ന വിധത്തിലേക്ക് ഒരു വലിയ പ്രതിപക്ഷം, ഒരുപക്ഷെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്നുകൊണ്ട്, ഇസ്ലാമിക സമൂഹങ്ങളും ചേർന്നുകൊണ്ട് ഒരു പുതിയ സമര പ്രതിപക്ഷം സൃഷ്ടിക്കാനുള്ള ഒരു വലിയ ശുഭോദർക്കമായ സന്ദർഭമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും. നമ്മളൊക്കെ അല്ലാഹു അക്ബർ, നമ്മുടെ പള്ളിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അപ്പൊ നമസ്കരിക്കാൻ പോവാ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ സുജൂദ് റുകൂഅ്. അർത്ഥം എന്താ? ഞങ്ങൾ ഈ ലോകത്ത് അള്ളാഹുവിന് മുമ്പിൽ മാത്രമേ കീഴടങ്ങൂ, ഞങ്ങൾക്ക് അള്ളാഹുവാണ് വലുത്, നിങ്ങളൊന്നും അല്ല. എന്റെ അർത്ഥം അല്ലാഹു അക്ബർ സുജൂദ്. എന്റെ നെറ്റി, എന്റെ മൂക്ക്, എന്റെ കൈകൾ, എന്റെ കാല്, എന്റെ ശരീരം എല്ലാം അള്ളാഹുവിന് മുമ്പിൽ പടച്ച റബ്ബിന് മാത്രം കീഴടങ്ങുന്ന ഒരു സമൂഹം. അതിന്റെ പേരാണ് ഖിബില. അങ്ങോട്ട് തിരിഞ്ഞ് ഇമാമിന്റെ കീഴിൽ സഫൻ കഅന്നഹും ബുൻയാനും മർസൂസ്, അണിയണിയായി വരിയായി നിരനിരയായി ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹം, റുക്കൂഉം സുജൂദും ചെയ്യുന്ന സമൂഹം, അല്ലാഹു അക്ബർ എന്ന ഐക്കൺ വിളിച്ചു പറയും നമ്മൾ. അതിന്റെ അർത്ഥം തന്നെ ഈ ലോകത്ത് ഏത് വലിയ ദുശക്തികൾ, ഏത് ഫറവ മുതൽ, ഏത് നമ്രൂദ് മുതൽ, ഏത് ജാലൂത്ത് മുതൽ, ഇന്നത്തെ രാജ്യം ഭരിക്കുന്ന സാക്ഷാൽ അമിത്ഷമാർ ഉൾപ്പെടുന്ന ആളുകളെ പോലും ഭയപ്പെടാതെ, പേടിക്കാതെ, അള്ളാഹുവിൽ മാത്രം ഭയപ്പെടുന്ന ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം എന്നതിന്റെ പേരാണ് നമ്മുടെ ഈ ജുമഅയും ഈ ജമാഅത്തും ഈ ബാങ്കും ഈ ഇഖാമത്തും ഈ സുജൂദും ഈ റുക്കൂഉം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈമാനികമായി ധൈര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു